പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. വാട്സപ്പ് പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു. യൂസർ നെയിമിലൂടെ ഇനി ചാറ്റ് ചെയ്യാമെന്നൊരു പുതിയ ഫീച്ചർ ഏറെ നാളായി പ്രതീക്ഷിക്കുന്നതാണ്. കേട്ടപ്പോൾ തന്നെ സ്വന്തം പേരിൽ യൂസർ നെയിം ബുക്ക് ചെയ്തവരൊക്കെ ഉണ്ടാകുമല്ലേ? എന്തായാലും ചില ആശങ്കകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്ക് അതിവിടെ വിലക്കിയിരിക്കുകയാണ്. മെറ്റയോട് വിശദീകരണം തേടുകയും അവർ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഫീച്ചറുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകളൊക്കെയാണ്. അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള കാരണം, അതിന്റെ വിശദാംശങ്ങൾ, ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒപ്പം വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി തന്നെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിഴിഞ്ഞത്തേക്കുള്ള MSC കമ്പനിയുടെ വരവ് അനുഗ്രഹമോ ആശങ്കയോ? ആദ്യ ദിവസം നമ്മളൊക്കെ പാടി പുകഴ്ത്തിയെങ്കിലും സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി നടത്തിയ നീക്കത്തിൽ സംശയങ്ങൾ ഇപ്പോൾ ഏറെയാണ്. ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നു. ആരുടെ ഡീൽ എന്നാണ് CPMന്റെ ചോദ്യം. ഒന്നും അറിഞ്ഞില്ലെന്ന് ഇന്നലെ പറഞ്ഞ മുഖ്യമന്ത്രി ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ജൂൺ 29 കരാർ ഒപ്പിട്ടു. അദാനി പോർട്സ് ഇപ്പോൾ സർക്കാരിന് കൈമാറി. ഈ കത്തിൽ ഇനി സർക്കാർ എന്ത് തീരുമാനമെടുക്കും? എന്താണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്? നോക്കാം വിശദമായി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ വ്യവസ്ഥകൾ പ്രകാരം ഓഹരി ഘടനയിൽ നിർണായകമായ മാറ്റം വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാരിന് വ്യക്തമായ പങ്കാളിത്തമുണ്ട്. കരാർ പ്രകാരം 2080 തുറമുഖത്തിന്റെ പൂർണ്ണ അവകാശം സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതുമാണ്. അതിനാൽ തന്നെ ഇത്തരം വൻതോതിലുള്ള നിക്ഷേപങ്ങൾക്കും പങ്കാളിത്തങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. എന്നാൽ ഈ വിദേശ നിക്ഷേപ നീക്കത്തെക്കുറിച്ച് അദാനി കമ്പനി സർക്കാരിനെ അറിയിച്ചില്ല. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട കമ്പനി ആ വിവരം സർക്കാരിന് കത്തിലൂടെ അറിയിക്കുന്നത് ഇന്നാണ്. ഇത് വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലേ? വ്യവസ്ഥയും നിയമവും ലംഘിച്ചാൽ ആ കരാർ നിലനിൽക്കുമോ? ഇതാണ് പ്രതിപക്ഷ നേതാവും ചോദിക്കുന്നത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നു. 25%-ലധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. അതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചാരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നതെന്നും പിണറായി വിജയൻ വിമർശിക്കുന്നു. അപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. നിരവധി ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുക കൂടി ചെയ്യുന്നു. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 25%-ൽ കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5(3) പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. ഇവിടെ ഈ പറയുന്ന ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നലെ വ്യക്തമാക്കിയത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ അറിവോടുകൂടിയുള്ളതാണോ? കരാറിന് വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു നടപടിക്കെതിരെ സർക്കാർ ഏതു തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പ്രതിപക്ഷ നേതാവ് അടിവരയിട്ട് പറയുന്നത് പോലെ
സർക്കാരിന്റെ അനുമതിയല്ല, മുൻകൂർ അനുമതിയാണ് ഇതിന് വേണ്ടത്. അതായത് ഈ നീക്കത്തിന് മുമ്പ് തന്നെ സർക്കാരിന്റെ അനുമതി വാങ്ങേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് കത്തിലൂടെ സർക്കാരിനെ അത് അറിയിക്കുന്നത്. അപ്പോൾ കരാർ വ്യവസ്ഥകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് MSCയുമായി ധാരണയിലെത്തിയിരിക്കുന്നത്. കരാർ ഒപ്പിട്ടതിന് ശേഷം മാത്രം സർക്കാർ അനുമതി തേടിയ നടപടി ദുരൂഹമാണ്. ഇവിടെ ഈ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു കരാർ സാധ്യമാവുക? അതിന് അദാനി പോർട്ടിന് എങ്ങനെ ധൈര്യം ലഭിക്കും? അനൌദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരുന്നോ? സർക്കാരിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നോ? തുടങ്ങി സംശയങ്ങളേറെയാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ വ്യക്തത വരുത്തേണ്ടത് VD സതീശനാണ്. ഈ നീക്കത്തിന് പിന്നിൽ സർക്കാരിന്റെ ഒത്താശയുണ്ടോ എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സാധാരണ നിലയിൽ ഇത്തരമൊരു പ്രധാന നീക്കം നടത്തുമ്പോൾ പാലിക്കേണ്ട സുതാര്യത ഒട്ടും ഇവിടെ കാണാനില്ലെന്നും ഇതിൽ അസ്വാഭാവികമായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുമ്പോൾ സംശയം മുന്നനീളുന്നത് മുഖ്യമന്ത്രിയും തുറമുഖ മന്ത്രിയുമായ VD സതീശനിലേക്കാണ്. ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം. സർക്കാരിന് ഇതുവരെ ഔദ്യോഗികമായി വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ പറഞ്ഞു. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കമ്പനിക്ക് സ്വന്തം നിലയ്ക്ക് ഓഹരികൾ വിൽക്കാൻ കഴിയില്ലെന്നും അത്തരം നീക്കങ്ങൾക്ക് യാതൊരുവിധ നിയമസാധുതയും ഉണ്ടാകില്ലെന്നും ഇന്നലെ ചോദ്യോത്തര വേളയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതൊന്നുകൂടി കേൾക്കാം. സർ, ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിന്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിന്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. അപ്പോൾ സർക്കാരിന്റെ അനുമതി വേണമെന്നത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ മുൻകൂർ അനുമതിയാണ് വേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി എന്താണ് സർക്കാരിന്റെ നീക്കം? ഒന്നും അറിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാകാനിടയില്ല എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിക്കുന്നത്. VD സതീശനുമായുള്ള ഡീലിന്റെ ഭാഗമായി എന്തും തീരുമാനിക്കാമെന്ന് അദാനി കരുതുന്നു. 25% ഷെയർ വിൽക്കുന്നതിൽ സതീശൻ മറുപടി പറയണം. കുത്തകവൽക്കരണം അനുവദിക്കില്ല എന്നുമാണ് CPMന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അപ്പോൾ പാർട്ടിയും CPMഉം ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതിയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിക്ക് MSCക്ക് അവരുടെ ഷെയറിന്റെ 49% അദാനി കൈമാറാൻ തീരുമാനിച്ച വലിയ ഗൗരവമുള്ളൊരു പ്രശ്നം കേരളത്തിന്റെ മുമ്പിൽ വന്നു ചേർന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ കാര്യം അറിയില്ല എന്നാണ്. അദാനിയുമായി ബന്ധപ്പെട്ട് തന്നെ ബാംഗ്ലൂർ യാത്ര സംഘടിപ്പിച്ച വിവിധ ഡീലുകൾ അതിൻ്റെ തുടർച്ചയിൽ വൈറ്റ് പേപ്പർ ഉൾപ്പെടെ കൂട്ടിച്ചേർത്ത സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രത്യേക നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് പത്രങ്ങളിലൂടെ മാത്രമേ ഈ കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കുന്നതോ ഉൾക്കൊള്ളാൻ കഴിയുന്നതോ ആയ ഒന്നല്ല. അത് ശരിയാവാനിടയില്ല. ഇനിയിപ്പോഴും 25% ഷെയർ മാറ്റാൻ ഗവൺമെൻറ് സമ്മതം വേണം എന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ VD സതീശൻ ഈ 25%-ലധികം ഷെയർ മാറ്റുന്നതിന് അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. അപ്പോ കൃത്യമായും മുഖ്യമന്ത്രിയിലേക്ക് ചൂണ്ടുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രി മറുപടി പറയണം എന്നതാണ് ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ചില യാത്രകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടി തോമസ് ഐസക്കും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓഹരികൾ അദാനി ഗ്രൂപ്പ് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അനൌദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിരുന്നോ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണമെന്നതാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് കമ്പനി പ്രതിനിധികൾ സർക്കാരിനെ അറിയിച്ചിരുന്നതായി മാധ്യമ വാർത്തകളുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ രൂപീകരണത്തിന് മുൻപ് VD സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗളൂരുവിൽ പോയി അദാനി ഗ്രൂപ്പിലെ ഉന്നതനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ഓഹരി കൈമാറ്റം തീരുമാനിക്കാനായിരുന്നോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നതാണ് തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ കൃത്യമായും മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ആരോപണമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുള്ള ഡീലാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് CPMന്റെ ആരോപണം. എങ്ങനെ ഇത് പര്യവസാനിച്ചാലും
എന്താ തെളിയിക്കുന്നത്? 30 വർഷത്തെ എല്ലാ ലാഭവും അവർക്ക്. എന്താണ് ആ ലാഭത്തിന്റെ വലിപ്പം? 10 വർഷം കൊണ്ട് മുതൽ മുടക്കിന്റെ 10 മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കരാറല്ലേ ഇത് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ചോദിക്കായിരുന്നു, നിങ്ങളെന്താ ഉണ്ട് മരണച്ചപ്പോൾ ഇത് മാറ്റിയില്ല? മാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ കേസായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു സർക്കാർ ചെയ്ത് കരാറ് എത്തിയിരിക്കുന്ന കാര്യം അത് ഇലക്ഷന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, ഈ എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഉത്തമ വിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ കടൽ കൊള്ളയുടെ വലിപ്പം എത്രയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അത് കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടും. ഇത് ഈ രീതിയിലാണ് ആവർത്തിക്കേണ്ടത് എന്നുള്ളത്. അപ്പോ കൃത്യമായും ഇതിന്റെ സാമ്പത്തിക വശങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ആരോപണമാണ് തോമസ് ഐസക് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. അപ്പോ ഈ വിധത്തിൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്കുമ്പോൾ എന്താണ് സർക്കാരിന്റെ നീക്കം എന്നതുകൂടി അറിയണം. ആരോപണം മുറുകുമ്പോൾ വിശദ പഠനത്തിനാണ് സർക്കാരിന്റെ നീക്കം. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ വിശദമായ പഠനത്തിന് ശേഷം മാത്രം അനുമതി നൽകിയാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി ആയിരിക്കും ഇക്കാര്യം പരിശോധിക്കുക. രാജ്യസുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്തായിരിക്കും തീരുമാനം. അതേസമയം തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി സർക്കാരിന്റെ അനുമതിക്കായി കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മിസിൽ MDക്കുമാണ് അദാനി കമ്പനി കത്ത് നൽകിയിരിക്കുന്നത്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടും. അവരുടെ അവകാശവാദം, അവരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ സർക്കാരുമായുള്ള കരാർ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാം എന്നാണ് കരാറ് എന്നാണ് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാൻ അധികാരം തങ്ങൾക്കുണ്ട് എന്നത് കമ്പനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത് 2024 ഡിസംബർ 24-നാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഡിസംബറോടെ വിൽപ്പനയ്ക്ക് അവകാശം തങ്ങൾക്ക് ലഭിച്ചു എന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ ഇക്കാര്യത്തിലുള്ള വാദം. ഇന്നലെ സഭയിൽ മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി വിശദീകരിച്ചിരുന്നു. 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ എന്നതാണ് നിയമസഭയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. ആ 5 കാര്യങ്ങളിലൊന്ന് ദേശീയ സുരക്ഷ ഉറപ്പാക്കുമെന്നതായിരുന്നു. 2 പൊതുതാൽപര്യം സംരക്ഷിക്കുമെന്നതായിരുന്നു. നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തും എന്നതായിരുന്നു. കുത്തക പാടില്ല, അതുകൊണ്ട് തന്നെ മത്സര സാധ്യത ഉറപ്പുവരുത്തും എന്നതായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കും, ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കും എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നത്. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാകുമോ? ഇവിടെ ഇപ്പോൾ കമ്പനി മുൻകൂർ അനുമതി വേണം എന്ന നിയമം ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ നിയമവിരുദ്ധമായി ഏർപ്പെട്ട കരാറിൽ ഇനി സർക്കാർ എന്ത് തീരുമാനമെടുക്കും? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. എംപവേർഡ് കമ്മിറ്റി പരിശോധന കൂടി കഴിഞ്ഞാകും എന്തായാലും ഈ വിഷയത്തിലെ സർക്കാർ തീരുമാനം ഉണ്ടാവുക. MSC കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നതിനെയോ വരാനിരിക്കുന്ന സാധ്യതകളെയോ കുറച്ചു കാണുന്നില്ല. എന്നാൽ ഇത് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതും നിയമപരവും ആകണം. നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലും പാടില്ല. അദാനിയുടെ താൽപര്യങ്ങൾക്ക് സർക്കാർ വഴങ്ങുന്നതും ആശാസ്യമല്ല. മാത്രവുമല്ല, നടപടിക്രമങ്ങൾ സുതാര്യമാകണം. ഇവിടെ സംശയമുന നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ വികസന സ്വപ്നങ്ങളിൽ പ്രധാന സ്ഥാനം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. ബജറ്റ് പ്രഖ്യാപനത്തിൽ നമ്മൾ അത് കണ്ടതാണ്. സ്വകാര്യവൽക്കരണം നയമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും കണ്ടു. അവിടെ മുഖ്യമന്ത്രി സംശയമുനയിലാകുമ്പോൾ വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൽ നിന്ന് മറുപടി ഉണ്ടാകേണ്ടതാണ്. അത് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതികളുടെ പ്രോസിക്യൂഷന് CBIക്ക് അനുമതി നൽകിയതായി ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. കോടതിയുടെ നിശിതമായ വിമർശനങ്ങൾക്കും കടുത്ത നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുകൾക്കും ഒടുവിലാണ് സർക്കാരിന്റെ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ 2 ദിവസം അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ച ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ച് കേസ് വീണ്ടും ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി.
ഇതോടെ ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികൾ ഈ കേസിൽ വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലൊന്നാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന തട്ടിപ്പുകൾ. ഏറെ വിവാദങ്ങൾക്കും കാലതാമസത്തിനും ഒടുവിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് അനുമതി ലഭിക്കുന്നത്. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ കൂടിയായ ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവരെ വിചാരണ ചെയ്യാൻ CBI അനുമതി തേടിയത് 2020-ലാണ്. 6ാം വർഷമാണ് അനുമതി ലഭിക്കുന്നത്. അതും ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ അനുമതി നൽകുന്നത്. കഴിഞ്ഞ 5 വർഷം പ്രോസിക്യൂഷന് പിണറായി സർക്കാർ അനുമതി നൽകിയില്ല. സർക്കാർ മാറി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലെത്തി. തുടർന്നാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ 2 ദിവസം അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ച ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് കേസ് വീണ്ടും ബുധനാഴ്ച പരിഗണിക്കും. ഇതോടെ ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികൾ വിചാരണ നേരിടേണ്ടി വരും. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസ്? വിദേശത്തു നിന്ന് ഗുണനിലവാരമുള്ള തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച കശുവണ്ടി നാട്ടിലും വിദേശത്തും വിപണനം ചെയ്യാനായി 1969 തുടങ്ങിയ കേരള കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആദ്യകാലം മുതൽ വെള്ളാനയാണെന്നാണ് ആരോപണം. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലും സംസ്കരണത്തിനായി കശുവണ്ടിപ്പരിപ്പ് വാങ്ങിയതിലും കോർപ്പറേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കേസ്. ഈ കാലയളവിൽ 1400 കോടി രൂപയുടെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കണ്ടെത്തൽ. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗുണനിലവാരം കുറഞ്ഞ തോട്ടണ്ടി ഉയർന്ന വിലയ്ക്ക് വാങ്ങിയതിലൂടെ കോർപ്പറേഷന് ഭീമമായ സാമ്പത്തിക നഷ്ടം വരുത്തി. ഇതിനു പുറമെ ടെൻഡർ നടപടികളിൽ അട്ടിമറി നടത്തുകയും സ്വകാര്യ വ്യക്തികൾക്ക് വഴിവിട്ട് കരാറുകൾ നൽകുകയും ചെയ്തു. അക്കാലത്ത് വിദേശത്ത് നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിച്ചത് JMJ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് മാത്രമായിരുന്നു. ഇതിനായി ചട്ടങ്ങൾ ലംഘിച്ചതായും ടെൻഡർ നടപടികളിൽ കൃത്രിമം കാണിച്ചതുമായുമാണ് കണ്ടെത്തൽ. കോർപ്പറേഷൻ മുൻ ചെയർമാൻ R ചന്ദ്രശേഖരൻ, മുൻ MD KA രതീഷ്, JMJ ട്രേഡേഴ്സ് ഉടമ ജെയ്മോൻ ജോസഫ് എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയത് വിവിധ ഏജൻസികളാണ്. സംസ്ഥാന നിയമസഭാ സമിതി, സംസ്ഥാന ധനകാര്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, റിയാബ്, ഹൈക്കോടതി നിയമിച്ച എക്സ്പെർട്ട് കമ്മിറ്റിയും കേസ് അന്വേഷിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസും പിന്നീട് 2015 CBIയും കേസ് അന്വേഷിച്ചു. അന്വേഷണത്തിൽ കോർപ്പറേഷന് കോടികളുടെ നഷ്ടം സംഭവിച്ചതായി കണ്ടെത്തുകയും 2020 CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് പക്ഷേ അനുമതി നിഷേധിച്ചു. CBI കുറ്റപത്രം നൽകിയ കേസിൽ R ചന്ദ്രശേഖരന് പിണറായി സർക്കാർ 3 തവണയാണ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത്. നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പിണറായി വിജയൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ചത്. 2020 ആദ്യം അനുമതി നിഷേധിച്ചപ്പോൾ CBI അപേക്ഷ പുനഃപരിശോധിച്ച് 3 മാസത്തിനകം സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കെ പ്രോസിക്യൂഷൻ അനുമതിക്ക് നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് ഫയൽ നീങ്ങുകയും ചെയ്തെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥ ഇടപെടലിൽ വിചാരണ അനുമതി നിഷേധിക്കപ്പെടുകയായിരുന്നു. ഈ ഉത്തരവിനെതിരെ ചന്ദ്രശേഖരനും രതീഷും സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനുള്ള കാരണമില്ലെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. തുടർന്ന് ഹർജിക്കാരനായ കടകംപള്ളി മനോജ് കോടതിയലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി തുടർച്ചയായി നിഷേധിച്ചതോടെ കോടതി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കടന്നു. നേരിട്ട് ഹാജരായില്ലെങ്കിൽ കോടതിയിൽ എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് വരെ ഭീഷണി മുഴക്കി. ഒടുവിൽ ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് APM മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി. താൻ ചുമതല ഒഴിഞ്ഞെന്നും നിലവിൽ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണെന്നും മുഹമ്മദ് ഹനീഷ് കോടതിയെ അറിയിച്ചു. കോടതിയുടെ ശക്തമായ ഇടപെടലിലും സർക്കാർ മാറിയതിലും ഒടുവിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കഴിഞ്ഞ ദിവസം സർക്കാർ ഒപ്പിട്ടത്. ഉത്തരവിന്റെ പകർപ്പ് നേരിട്ട് ഹാജരാക്കാൻ സാധിച്ചില്ലെന്നും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 ദിവസത്തെ സാവകാശം വേണമെന്നുമാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. AGയുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് കോടതി ബുധനാഴ്ച കേസ് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നത്. ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ഉണ്ടാകുമ്പോൾ എന്താണ് ചന്ദ്രശേഖരന്റെ പ്രതികരണം എന്ന് കൂടി നോക്കാം.
പ്രോസിക്യൂഷൻ അനുമതി നൽകിയതിനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറയുന്നത്. വിചാരണയിൽ സത്യം തെളിയും. തട്ടിപ്പ് നടന്നതായി പറയുന്ന 10 വർഷത്തിൽ താൻ ചെയർമാനായത് 3 വർഷം മാത്രമാണ്. കോർപ്പറേഷനിലെ തീരുമാനങ്ങളെല്ലാം ബോർഡ് കൂട്ടായി എടുത്തതാണെന്നും അദ്ദേഹം പറയുന്നു. പരാതിക്കാരന് സ്വാർത്ഥ താൽപര്യമുണ്ടായിരിക്കാം എന്നും പറയുന്നു. പുതിയ യൂണിയൻ ഉണ്ടാക്കാനുള്ള നീക്കം തടഞ്ഞതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രോസിക്യൂഷൻ അനുമതി നൽകരുതെന്ന് പറഞ്ഞ് പിണറായി സർക്കാരിന് പിറകെ നടന്നിട്ടില്ല എന്നും ചന്ദ്രശേഖരൻ പറയുന്നു. ഒരു ട്രയൽ കേസ് എങ്ങനെ മുന്നോട്ട് പോകണം, ഇതിനെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് ഇന്നലെ എടുത്ത ഈ നടപടിയെ പൂർണ്ണമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇപ്പോഴാണ് ഇതിനൊരു ശരിയായ ഷേപ്പിലേക്ക് വരുന്നത്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്യാറുണ്ടായിരിക്കാം, ചില ആളുകളൊക്കെ മോശമായി പെരുമാറാറുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, 17 ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, അതിൻ്റെ കൂടി അന്തസ്സും അതിൻ്റെ കൂടി അഭിമാനവും സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊക്കെ ബാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ 2008 മുതൽ ഇങ്ങോട്ട് 2026 വരെ ഈ പെറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണമല്ലോ. അപ്പൊ ആളുകളെ നമ്മൾ മഹത്വവൽക്കരിക്കും. എന്നെ മഹത്വവൽക്കരിക്കുകയാണെങ്കിൽ INTUC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന കാര്യം കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പരാതിക്കാരന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുകയാണ്. എന്താണ് ഈ 18 വർഷമായി തുടർന്ന് ഇങ്ങനെ പെറ്റീഷൻ കൊടുക്കാനുള്ള കാരണം? അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ എന്നതാണ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത്. അപ്പോൾ പരാതിക്കാരൻ പറയുന്നത് 18 വർഷത്തെ പോരാട്ടത്തിന്റെ വിജയമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളതെന്നാണ് കടകംപള്ളി മനോജ്, കോൺഗ്രസുകാരൻ കൂടിയായ കടകംപള്ളി മനോജ് വ്യക്തമാക്കുന്നത്. തന്റെ വിശ്വാസത്തിന് ബലം നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളതെന്നും കടകംപള്ളി മനോജ് പറയുന്നു. ചന്ദ്രശേഖരൻ INTUC പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വിദേശത്ത് നിന്ന് ഗുണനിലവാരമുള്ള തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച് നാട്ടിലും വിദേശത്തും വിപണനം ചെയ്യാനായി തുടങ്ങിയ കേരള കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തെ മറയാക്കി നടന്ന വലിയ അഴിമതിയാണ്. രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിലായിരുന്നിട്ടും പിണറായി സർക്കാരിൽ നിന്ന് R ചന്ദ്രശേഖരന് ലഭിച്ച സംരക്ഷണം വലിയ വിവാദമായിരുന്നു. കോടതിയുടെ ശക്തമായ ഇടപെടലാണ് ഒടുവിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിൽ എത്തിച്ചിരിക്കുന്നത്. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചത് കേസിലെ നിർണായക വഴിത്തിരിവാണ്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇനി വിചാരണ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാം. ഭരണ രാഷ്ട്രീയ സ്വാധീനങ്ങളെ അതിജീവിച്ചുള്ള ഈ ഇടപെടൽ പൊതുമുതൽ കൊള്ളയടിച്ചവർക്ക് തക്കതായ ശിക്ഷാ നടപടികൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കാം. താരസംഘടനയിൽ വീണ്ടും പ്രതിസന്ധി. ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ നിലനിൽപ്പിന് നിയമപരമായ പ്രതിസന്ധിയുണ്ടാക്കും ഈ സാഹചര്യം. ജൂൺ 21 നടന്ന ജനറൽ ബോഡി യോഗത്തിലുണ്ടായ രൂക്ഷമായ തർക്കങ്ങൾക്കൊടുവിലാണ് ശ്വേതാ മേനോൻ താൻ പദവി ഒഴിയുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ഭരണസമിതിയിലെ 17 പേരും രാജിവെക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വൈകാരികമായ പ്രതികരണം മാത്രമായിരുന്നുവെന്നും സംഘടനയുടെ ബൈലോ പ്രകാരമുള്ള ഔദ്യോഗിക നടപടികൾ അവർ പൂർത്തിയാക്കിയിട്ടില്ല എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിലുള്ള ഭരണസമിതി രാജിവെക്കാത്ത സാഹചര്യത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 9 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് രൂപീകരിച്ചിരുന്നത്. KB ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാധിക്, ഡോക്ടർ റോണി, കൃഷ്ണപ്രഭ, ആശ അരവിന്ദ്, ഷാജോൺ, ദേവി ചന്ദന എന്നിവരാണ് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ. ശ്വേത ഉൾപ്പെടെ ആരും രാജി തന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ രമേശ് പിഷാരടി പറയുന്നത്. ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിന്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ളൊരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതയും കൂട്ടരും പറ്റിച്ചെന്നായിരുന്നു KB ഗണേഷ് കുമാറിന്റെ ഇതിലുള്ള വിമർശനം. ഈ കമ്മിറ്റിയിൽ വന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു കാര്യമായിട്ട് കരുതരുതാനും പ്ലീസ്. അതിനെക്കാളും വലിയ സ്ഥാനങ്ങളിലേക്ക് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ കൊണ്ട് ഹെഡ്ലൈനിൽ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആളാകുമ്പോൾ
അതിന്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അവരോട് ചോദിക്കണം, ഞങ്ങളോടല്ല ചോദിക്കണം. നിങ്ങൾ ഞങ്ങളെ മാധ്യമങ്ങളെ പറ്റിച്ചില്ലേ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ എന്ന് അവരോട് ചോദിക്കും. അത് അന്തസ്സാണോ? ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരെ ഞാൻ രാജിവെക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് പോയി എന്നൊരാൾ പറയണം. ആ ആൾ തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയാം, അന്ന് പറയണം. ഞാൻ എൻ്റെ രാജി പിൻവലിച്ചെന്ന് പിറ്റേ ദിവസം പറയണം, അല്ലാതെ ഇന്നാണ് പറഞ്ഞത്. അതേ ഉള്ളൂ. അത് മോശമല്ലേ? അപ്പം നിങ്ങളെ ആരാണ്, ഈ ജനങ്ങളെ ഈ മാധ്യമങ്ങളെ ആരാണ് പറ്റിയത്? ഞങ്ങളാണോ? ഇത് എന്താ തമാശ കളിയാണോ? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മാറി പറയുന്ന തമാശ കളിയാണോ? ഇല്ല, പറഞ്ഞോന്നറിയില്ല. ഇവര് പഠിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. രാജി തന്നിട്ടില്ല എന്നുള്ള ശരിയാണ്. പക്ഷെ അന്ന് രാജി വെച്ചു എന്ന് പറഞ്ഞ കാര്യം ജനറൽ ബോഡിയിലും പറഞ്ഞു. അത് നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടോ? രാജി വെച്ചു എന്ന് ഞങ്ങളോടാന്ന് പറഞ്ഞു, എന്നോടല്ല പറഞ്ഞു. കെ.ബി. ഗണേഷ് കുമാർ അങ്ങേയറ്റം പരിഹാസം കലർന്ന വാക്കുകളിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. രാജിവെച്ചില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഔദ്യോഗികമായ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് രാജിക്കത്ത് ലഭിച്ചിട്ടില്ല ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം. ജൂൺ 21-നാണ് രാജി വെക്കുന്നു എന്ന പ്രഖ്യാപനം ജനറൽ ബോഡി യോഗത്തിന് ശേഷം ശ്വേത മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നത്. അതിവൈകാരികമായാണ് അന്ന് ശ്വേതാ മേനോൻ പ്രതികരിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ ഈ പ്രതികരണം വരുന്നത്. രാജി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതലയുള്ള രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും പ്രതികരിച്ചിരിക്കുന്നത്. നവമി ദിനേശ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നവമി, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് താരസംഘടന AMMA എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി പ്രഖ്യാപിക്കുകയും അതിന്റെ ചുമതല ബന്ധപ്പെട്ടവർക്ക് നൽകുകയും ചെയ്തു. പക്ഷേ ഭരണസമിതി ഒഴിയാത്തതുകൊണ്ട് തന്നെ അവർക്ക് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജിയിൽ കൂടുതൽ വ്യക്തതയുണ്ടാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഗണേഷ് കുമാറിന്റെ വാക്കുകൾ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ശ്വേത രാജി വെച്ചിട്ടില്ല എന്ന് പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാടുണ്ടോ ശ്വേതയ്ക്ക്? അത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? എന്താണ് അമ്മയിലെ പുതിയ പ്രതിസന്ധി? ഏത് തലത്തിലെത്തി നിൽക്കുന്നു അത്? രേണുക, ഈ ശ്വേതാ മേനോൻ അന്ന് അമ്മ ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ അമ്മ സംഘടനയിൽ നിന്നടക്കം രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അത് മാറ്റിവെക്കുന്ന സാഹചര്യമായിരുന്നു. നമുക്കറിയാം, ഈ ശ്വേതാ മേനോനെതിരെ പിന്നീട് 5 പരാതി നൽകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ശ്വേതാ മേനോനെ പിന്തുണച്ചുകൊണ്ട് മല്ലിക സുകുമാരൻ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു, ലക്ഷ്മിപ്രിയ രാജിവെക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള രാജികൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ ശ്വേതാ മേനോന് പറയാനുള്ളത് എന്താണെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവർ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുന്നത്. അവർ പറയുന്നതനുസരിച്ച് രാജി സമർപ്പിച്ചിട്ടില്ല. അതായത് ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി നിലവിൽ രാജി സമർപ്പിച്ചിട്ടില്ല. അന്ന് ജനറൽ ബോഡിയിൽ നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള രാജി സമർപ്പണം നടന്നിട്ടില്ല. അത് അങ്ങനെയാണെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ അത് നിയമപരമായി പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കും പോകുന്നത്. മുൻ ഭാരവാഹികൾ പലരും യോഗത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മ ഓഫീസിൽ അഡ്ഹോക് കമ്മിറ്റി യോഗം കഴിഞ്ഞതിന് ശേഷമാണ് പിഷാരടി നേരത്തെ നമ്മൾ കേട്ടതുപോലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ആരും തന്നെ രാജി തന്നിട്ടില്ല. രാജി പ്രഖ്യാപിച്ചവർ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കട്ടെ എന്ന് പറയുന്നു. ഗണേഷ് കുമാറും അത് പരിഹാസ രൂപേണയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇനിയിപ്പോൾ കോടതിയിൽ പോയാൽ അപ്പോൾ കാണാം എന്ന് കൂടി ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ജനറൽ ബോഡിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ജനറൽ ബോഡിയാണ് തങ്ങളെ ഇക്കാര്യങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏൽപ്പിച്ചതെന്ന് കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി ഇതിൽ ശ്വേതാ മേനോൻ അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് രാജി സമർപ്പിക്കാൻ വൈകുന്നതെന്നാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ആരുടെയും പ്രതികരണം ലഭ്യമായിട്ടുമില്ല. നവമി, ഇതിൽ കൃത്യമായ നിലപാടാണ് അന്ന് ശ്വേതാ മേനോൻ പറഞ്ഞത്. ചട്ടുകമാകാൻ തനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിൽക്കാൻ ഇനി തുടർന്നു പോകാൻ പറ്റില്ല എന്ന് ശ്വേത പറയുന്നുണ്ടായിരുന്നു. 42 ദിവസത്തെ സമയം ജനറൽ ബോഡിയിൽ ശ്വേത ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ തേടിയിരുന്നു. പക്ഷേ അതുപോലും നൽകാതെയാണ് അവരെ രാജിയിലേക്ക് തള്ളിവിട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ശ്വേത മൗനം തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഭരണസമിതിക്ക് തുടരണമെന്ന ആഗ്രഹമുണ്ടോ, അതോ അന്ന് തന്നെ പല താരങ്ങളും ഇവരെ തിരിച്ചു വിളിക്കണം, വൈകാരിക പ്രതികരണം മാത്രമാണ്, രാജിവെക്കേണ്ടത് ശ്വേതയായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ താരസംഘടനയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടോ? ഈ ഭരണസമിതി ഒഴിയരുത് എന്നാവശ്യപ്പെട്ട് അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നവരുണ്ടോ? അതും ഇതിനൊരു കാരണമാണോ? ഇതിലൊരു വ്യക്തത വരാത്തതിന് കാരണമാണോ? രേണുക, നിലവിൽ ആ ഭരണസമിതിക്ക് ഇനി തുടരാൻ കഴിയില്ല. കാരണം ഭൂരിഭാഗം ആളുകളും ഈ ഭരണസമിതി രാജിവെക്കണം എന്ന് തന്നെയായിരുന്നു അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ജനറൽ ബോഡി പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും ഇനി ഉടനെ തന്നെ
ഒരു തിരഞ്ഞെടുപ്പ്, അതായത് 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പ്, ജനറൽ ബോഡി ചേർന്ന് തിരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന തീരുമാനത്തിലെത്തിയാണ് പിരിഞ്ഞത്. അതുകൊണ്ട് ഈ ഭരണസമിതിക്ക് ഇനി തുടരാൻ കഴിയില്ല. ഇനിയുള്ളത് ഇവര് ഇനി ഒരു ഔദ്യോഗികമായിട്ടൊരു രാജിക്കത്ത് സമർപ്പിക്കുക എന്നതാണ്. അതിന് മാത്രമാണ് ഇപ്പോൾ കാലതാമസമുള്ളത്. എന്തായാലും ഇനി ചിലപ്പോൾ ഉടനെ തന്നെ, അതായത് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെ പിഷാരടി അടക്കമുള്ളവർ നടത്തിയതിന് പിന്നാലെ ഇനിയിപ്പോൾ ഒരു രാജി സമർപ്പണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്വേതാ മേനോൻ ഇതിൽ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇതുവരേക്കും തയ്യാറായിട്ടില്ല. ഒരു പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞതല്ലാതെ പത്രസമ്മേളനം നടത്തി കമ്മിറ്റിയിൽ, അതായത് ഇത്രയും നാളത്തെ ഈ കണക്കുകൾ ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ കണക്കുകളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. തങ്ങൾ യാതൊരു വിധത്തിലെ കള്ളത്തരവും ഇതിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു ശ്വേതാ മേനോൻ അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം എന്താണ് മാധ്യമങ്ങളെ കാണാത്തത് എന്നതിലും വ്യക്തത വന്നിട്ടുമില്ല. ഇതിൽ നവമി, ഒരു പക്ഷേ ആ വാർത്താ സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ശ്വേത എന്ന് വേണം മനസ്സിലാക്കാൻ. 26-ന് ഇവർ മാധ്യമങ്ങളെ കാണും എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ വാർത്താ സമ്മേളനം നടന്നില്ല. ഈ റിപ്പോർട്ടിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങൾ, അതിൽ വ്യക്തത വരുത്താൻ ഈ കമ്മിറ്റിക്ക് പറ്റാത്ത, ഭാരവാഹികൾക്ക് പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തത വരുത്തുക എന്നതായിരിക്കുമോ ഉദ്ദേശിക്കുന്നത്? അതുവരെ ഈ താരസംഘടനയെ ഒന്ന് ഈ നിലയിൽ നിർത്തുക എന്ന് വെച്ചാൽ ഈ അനിശ്ചിതത്വത്തിൽ നിർത്തുക എന്നതുകൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ടാകുമോ? 26-ാം തീയതി മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയ അടക്കമുള്ളവർ പറഞ്ഞത്. പിന്നീട് അത് ശ്വേതാ മേനോന്റെ ആരോഗ്യ പ്രശ്നം കാരണം അത് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അവതരിപ്പിക്കുമെന്നല്ലോ മാധ്യമങ്ങളെ കാണുമെന്ന് എന്നതിൽ ഒരു കാര്യം പോലും ശ്വേതാ മേനോനോ മറ്റാരും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. എന്താണ് ഇവർ ഇത്രയും വൈകുന്നത് എന്നതിൽ വ്യക്തതയില്ല. ഇവരുടെ പക്കൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടെന്ന് തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതും. അത് യോഗത്തിലും അത് തങ്ങൾ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തങ്ങളെ തകർക്കുക എന്നൊരു ഉദ്ദേശം മാത്രമായിരുന്നു ആ യോഗത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ശ്വേതാ മേനോനും അന്നും വ്യക്തമാക്കിയിരുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും താരസംഘടനയിൽ അസാധാരണമായ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഭരണസമിതി ഒഴിഞ്ഞു, പക്ഷേ അവർ രാജി നൽകിയിട്ടില്ല. അഡ്ഹോക് കമ്മിറ്റി വന്നു, പക്ഷേ അവർക്ക് ചുമതലയേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഭരണം ഒഴിഞ്ഞ ശ്വേതയെ ഉൾപ്പെടെ പരിഹസിച്ചുകൊണ്ട് ഗണേഷ് കുമാർ, അഡ്ഹോക് കമ്മിറ്റി അംഗമായ ഗണേഷ് കുമാർ ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യമാണ്. വ്യക്തത വരുത്തേണ്ടത് ശ്വേതയാണ്. അവർ ഉടനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അത് നീണ്ടുപോവുകയാണ്. എന്തായാലും വലിയ അനിശ്ചിതത്വമാണ് ഇപ്പോൾ താരസംഘടനയിൽ നിലനിൽക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. കുംഭമേള വൈറൽ പെൺകുട്ടിയെ വിവാഹം ചെയ്ത മുഹമ്മദ് ഫർമാന് കേരള ഹൈക്കോടതിയിൽ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. അറസ്റ്റിനുള്ള വിലക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് ഫർമാൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അതേസമയം തന്നെ കടന്നുപോകുന്ന ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് കുംഭമേള വൈറൽ താരം ആ പെൺകുട്ടി ഭർത്താവ് ഫർമാനും ന്യൂസ് 18നോട് മനസ്സ് തുറന്ന് തന്നെ സംസാരിച്ചു. തങ്ങൾക്ക് വധഭീഷണി ഉണ്ട് എന്നതാണ് ഇരുവരും ന്യൂസ് 18നോട് പറഞ്ഞത്. ഒരു കാലത്ത് രാജ്യം മുഴുവൻ ആഘോഷിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഇത്രയും വെല്ലുവിളി നിറഞ്ഞതായി മാറി എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ആ പെൺകുട്ടി ന്യൂസ് 18നോട് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഫർമാന് തിരിച്ചടി കൂടി നേരിട്ടിരിക്കുന്നത്. കോടതി നടപടികളിലെ വാർത്തകളിലേക്ക് ആദ്യം പോയാൽ കുംഭമേള വൈറത്താരമായ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നും അതിനാൽ വിവാഹം നിയമവിരുദ്ധമാണെന്നും പോക്സോ കേസ് പരിധിയിൽ വരും എന്നതുമാണ് ഈ കുടുംബം മധ്യപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ 1 മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ഫർമാന്റെ ഹർജിയിലെ ആവശ്യം. ട്രാൻസിറ്റ് മുൻകൂർ ജാമ്യ കാലാവധി 2 ആഴ്ച കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ ഹർജി. എന്നാൽ അത്തരമൊരു ജാമ്യം നൽകാനുള്ള അധികാര പരിധിയില്ല എന്നതാണ് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഫർമാൻ ഇനി സാവകാശം ലഭിക്കില്ല. ഫർമാൻ നൽകിയ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് പ്രത്യേക കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം മണ്ഡലേശ്വർ കോടതി മുഹമ്മദ് ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഇതോടെ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ സാവകാശം ലഭിക്കാൻ
നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫർമാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. മുൻപ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ കേരള ഹൈക്കോടതി ട്രാൻസിറ്റ് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇടപെടാതെ അധികാര പരിധിയിലുള്ള കോടതിയെ സമീപിക്കാനായിരുന്നു കേരള ഹൈക്കോടതി ഉത്തരവിട്ടത്. അന്ന് ഇതിനെ മധ്യപ്രദേശ് സർക്കാർ എതിർത്തിരുന്നു. വ്യാജരേഖ ചമച്ചുവെന്ന കുറ്റവും ഇപ്പോൾ മുഹമ്മദ് ഫർമാനെതിരെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ തുടരുന്ന പെൺകുട്ടിക്ക് കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണവും തുടരുന്നുണ്ട്. എന്തായാലും കോടതിയിൽ നിന്ന് കൂടി തിരിച്ചടി ഏറ്റ സാഹചര്യത്തിൽ അവരുടെ നീക്കം എന്താണ് എന്നത് കണ്ടറിയണം. ഇതേ സമയം തന്നെയാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ന്യൂസ് 8നോട് എന്താണ് അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്നൊക്കെ വിശദീകരിച്ചിരുന്നത്. തങ്ങൾക്ക് വധഭീഷണി ഉണ്ട് എന്നതാണ് ഈ പെൺകുട്ടി ഒപ്പം തന്നെ ഭർത്താവ് ഫർമാനും ന്യൂസ് 8നോട് പറഞ്ഞത്. നേരെ കണ്ടാൽ വെടിവെച്ചു കൊല്ലും എന്നതാണ് അവർക്ക് ലഭിക്കുന്ന ഭീഷണി സന്ദേശങ്ങൾ. ഓഫീസിലെ മധ്യപ്രദേശ് കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാനുള്ള അനുമതി തേടിയിരിക്കുകയാണ് ഇരുവരും. തങ്ങൾ കേരളത്തിലായതുകൊണ്ടാണ് സുരക്ഷിതരായിരിക്കുന്നതെന്നും കേരളത്തിൽ തന്നെ തുടർന്നും താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുമാണ് ഇരുവരും വ്യക്തമാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ കോടതി നടപടികളിൽ തിരിച്ചടി നേരിട്ടപ്പോൾ അവരുടെ തീരുമാനം എന്താകുന്നു എന്നത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇന്നലെ നമ്മളോട് അവർ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചു എന്നുള്ളത് കാരണം കൊണ്ട് മാത്രം അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ലേഡി നമ്മളോടൊപ്പമുണ്ട്. നമുക്കറിയാം, വൈറൽ താരമാണ്, കുംഭമേള താരമാണ്, മൊണോലിസ നമ്മളോടൊപ്പമുണ്ട്. അവർക്ക് ഇപ്പോഴും ഭീഷണി നേരിടുകയാണ്. അതായത് അവർക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലുള്ള ഭീഷണി വലിയ പ്രണയനായികയായി നടക്കുകയാണ്. പക്ഷേ നീ പാകിസ്ഥാനി വിവാഹം കഴിച്ചാൽ എന്റെ ആളുകൾ, എന്റെ ഗ്രൂപ്പിലുള്ളവർ നിന്നെ വന്ന് വെടിവെച്ചു കൊല്ലും, നിന്നെയും ഭർത്താവിനെയും വെടിവെച്ചു കൊല്ലും. അതിനൊപ്പം നീ ജയ് ശ്രീറാം എന്ന് പറയൂ, അതുപോലെ ജയ് മോദിജി, അതുപോലെ യോഗി ആദിത്യനാഥ് जय विलिकू എന്നുള്ള മെസ്സേജാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. आप क्या सोच रहे हैं? अब कोई खतरा है आपका जीवन? जी, बहुत ज़्यादा खतरा है. मध्य प्रदेश की पुलिस हमको खबर मिली है, इनकाउंटर करने का बोल रही है, गोली मारने का, मार डालेंगे करेंगे, ऐसी खबरें आ रही है. मुझे मैसेज भी आया, ऐसे मोबाइल में मैसेज भी आ रहे हैं मारने का. ये बाहर से भी हमको खबरें आई, तो हम बहुत ज़्यादा डरे हुए, डर के मारे खाना खाने के लिए भी बाहर नहीं जाते. इतना ज़्यादा डर लगता है कि कोई मार देगा. अभी भी मध्य प्रदेश पुलिस अभी भी जांच रही है? हाँ, अभी भी मध्य प्रदेश पुलिस हमें ढूंढ रही है. इधर ही है वो. इनके पास बेल 1 महीने का बेल दिया था इधर के कोर्ट ने, हाई कोर्ट ने. तो फिर भी बेल होने के बाद भी ढूंढ रही है. उनके 15 दिन के बाद ही, मतलब इनके यहाँ बेल है, 15 दिन से इधर ही है, उनको ढूंढ रही है हमको. बस पुलिस के सामने आप अभी भी अक्यूज्ड है. क्या सोच रहे हैं, अक्यूज्ड और विक्टिम? मैं विक्टिम हूँ मैम. एक्चुअली वो अक्यूज्ड मुझे बनाना चाह रहे हैं क्योंकि शादी के दौरान इसकी सब एज प्रॉपर सारे डॉक्यूमेंट्स हैं मैम. पुलिस के पास कोई डॉक्यूमेंट्स इनका नहीं है. ओनली हॉस्पिटल का झूठा रिकॉर्ड है जो उनके पिताजी, माताजी और कुछ राजनीतिक लोगों ने दबाव में, जो केरल के भी है और उधर के भी एक डायरेक्टर है, उन्होंने मिल के पूरा षड्यंत्र बना के वो पूरा प्लानिंग से उसका ये हॉस्पिटल से फेक सर्टिफिकेट बनवाया जो इसके ब्रदर का है. मेरे पापा ने ही खुद वो आधार कार्ड दिया मेरा, और इतना झूठ वो कर रहे. मैंने मध्य प्रदेश की पुलिस को बोला भी कि देखो आप इतना ही मुझे ऐसा परेशान हम लोगों को कर रहे, तो ठीक है, जो मेरे से मेरा भाई 2-3 साल छोटा है, उनके आधार कार्ड डॉक्यूमेंट्स लाओ, मैं आ जाऊंगी मध्य प्रदेश. इन्होंने वीडियो कॉल में अभी 10 डेज बिफोर. आप क्या सोच रहे हैं, ये मैसेज किस लोगों पर सेंड किया था? मैम ये मैसेज तो हमें पता नहीं, लगातार इनके मैसेज नहीं, बहुत सारे लोग मैसेज कर रहे हैं. गोली मारने का, ये करने, किस को देखे, इंस्टाग्राम पे आ रहे, मार देंगे, मध्य प्रदेश आए तो काट देंगे, लफ्ज याद है ऐसा. लेकिन ऐसा कोई लफ्ज याद नहीं है. हम दोनों 18 के ऊपर है, हमारी मर्जी है शादी करने वगैरह भी नहीं है कि अच्छा वकील कर सके, एडवोकेट कर सके, पैसे भी नहीं है, कुछ भी नहीं. जो मेरे कुछ सॉन्ग वगैरह कुछ छोटा मोटा काम किया था, वो सारे पैसे भी मेरी फैमिली ने रख लिए. മൊണോലിസയും ഫർമാനും ഭയത്തിന്റെ നിഴലാണ് ജീവിക്കുന്നത്. മതേതര ഇന്ത്യയിൽ 2 പേർ, അതായത് 2 വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് അവരിപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ നിറഞ്ഞ ഈ ഒരു ജീവിതം അവരിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18.
ഇഷ്ടപ്പെട്ട വ്യക്തിയെ കല്യാണം കഴിച്ചതിൻ്റെ ദുരന്ത ഫലങ്ങളൊക്കെ അനുഭവിക്കുകയാണ് ആ പെൺകുട്ടി. വെടിവെച്ച് കൊല്ലും എന്നതുൾപ്പെടെയുള്ള ഭീഷണി വരുന്ന 2 യുവാക്കളുടെ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കുമെന്നറിയാം. അതിനോടൊപ്പമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് സംരക്ഷണമുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. വാട്സപ്പിലെ പുതിയ ഫീച്ചർ, യൂസർ നെയിം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ. പ്രഖ്യാപനം മുതൽ സ്വന്തം പേര് ഉറപ്പാക്കാൻ ശ്രമിച്ചവരാകും നമ്മളിൽ ഓരോരുത്തരും. എന്നാൽ അതിൽ കേന്ദ്രം ചില ആശങ്കകൾ പങ്കുവച്ചിരിക്കുകയാണ്. നിലവിൽ വാട്സപ്പിലെ പുതിയ യൂസർ നെയിം ഫീച്ചർ വിലക്കിയിരിക്കുകയാണ് കേന്ദ്രം. വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ പുറത്തിറക്കരുതെന്ന് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പിന്നാലെ മെറ്റ സർക്കാരിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. യൂസർ നെയിമുകളിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് കമ്പനി പറയുന്നത്. പക്ഷേ ആശങ്കകൾ ഉണ്ട്, വ്യക്തത വരേണ്ടതും ഉണ്ട്. സ്വകാര്യത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മെറ്റ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള 3 മില്യണിലധികം ഉപയോക്താക്കൾക്ക് ഫോൺ നമ്പറുകൾ പങ്കിടാതെ തന്നെ കണക്ട് ചെയ്യാമെന്നായിരുന്നു മെറ്റയുടെ വാദം. ഈ ഫീച്ചറിനായി ഉപയോക്താക്കൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സൗകര്യം കമ്പനി തുടങ്ങി. ഈ വർഷം അവസാനത്തോടെ ഫീച്ചർ എല്ലാവർക്കും ലഭ്യമാകുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും അവതരണത്തിന് മുന്നോടിയായി തന്നെ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ടമുള്ള യൂസർ നെയിം മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ചതായി കമ്പനി അറിയിച്ചതോടുകൂടി തന്നെ എല്ലാവരും അതിന് ശ്രമവും തുടങ്ങി. സ്വകാര്യത കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഫീച്ചർ കൊണ്ടുവരുന്നതെന്നാണ് വാട്സ്ആപ്പ് വ്യക്തമാക്കിയത്. ഇതോടെ ഫോൺ നമ്പർ പങ്കിടാതെ തന്നെ യൂസർ നെയിം ഉപയോഗിച്ച് പുതിയ ആളുകളുമായി ചാറ്റ് ആരംഭിക്കാൻ സാധിക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പോലെ എല്ലാവർക്കും കാണാവുന്ന തിരിച്ചറിയൽ സംവിധാനമല്ല വാട്സാപ്പിലെ യൂസർ നെയിം എന്ന് കമ്പനി വ്യക്തമാക്കുന്നു. ഉപയോക്താക്കൾക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ പേരുകൾ തന്നെ ഉപയോഗിക്കണമെന്ന നിർബന്ധമില്ല. ആവശ്യാനുസരണം യൂസർ നെയിം പിന്നീട് മാറ്റാനും കഴിയും. കൂടാതെ പൊതുവായ യൂസർ നെയിം ഡയറക്ടറിയോ നിർദ്ദേശങ്ങളോ ഉണ്ടാകില്ല. അതിനാൽ ഒരാളെ ആദ്യമായി ബന്ധപ്പെടാൻ ആ വ്യക്തിയുടെ കൃത്യമായ യൂസർ നെയിം അറിയേണ്ടതായി വരും. ഇതൊക്കെയാണ് മെറ്റ ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്താണ് ഈ ഫീച്ചറിന്റെ നേട്ടമെന്ന് നോക്കിയാൽ, അടുത്തിടെ പരിചയപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോഴോ വിവിധ ഗ്രൂപ്പുകളിലും കമ്മ്യൂണിറ്റികളിലും പങ്കെടുക്കുമ്പോഴോ സ്വന്തം ഫോൺ നമ്പർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർക്ക് ഈ ഫീച്ചർ ഏറെ പ്രയോജനപ്പെടും. വ്യക്തിഗത സ്വകാര്യത സംരക്ഷിക്കാനാണ് ഈ സംവിധാനം പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നാണ് കമ്പനി തന്നെ പറയുന്നത്. ഇതിനൊപ്പം കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ യൂസർ നെയിം കീ എന്ന ഫീച്ചറും അവതരിപ്പിക്കും. യൂസർ നെയിം ഉപയോഗിച്ച് ആദ്യമായി ബന്ധപ്പെടുന്ന വ്യക്തിക്ക് ഈ കീ ആവശ്യമായിരിക്കും. ഉപയോക്താക്കൾക്ക് ഈ കീ പിന്നീട് എപ്പോൾ വേണമെങ്കിലും മാറ്റാനോ പുതുക്കാനോ കഴിയും. നിലവിൽ ലോകമെമ്പാടുമായി 3 ബില്യണിലധികം ആളുകൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നതിനാൽ ഒരേ യൂസർ നെയിം ആവശ്യപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുൻകൂട്ടി റിസർവേഷൻ ആരംഭിച്ചത് എന്നതാണ് കമ്പനി പറയുന്നത്. ഇഷ്ടപ്പെട്ട പേര് ലഭ്യമല്ലെങ്കിൽ അനുയോജ്യമായ മറ്റൊരു പേര് കണ്ടെത്താൻ സഹായിക്കുന്ന യൂസർ നെയിം ജനറേറ്റർ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ക്രിയേറ്റർമാർക്ക്, ചെറുകിട സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ ഉപയോഗിക്കുന്ന അതേ യൂസർ നെയിം സ്വന്തമാക്കി എല്ലാ മെറ്റ പ്ലാറ്റ്ഫോമുകളിലും ഏകീകൃത തിരിച്ചറിയൽ നിലനിർത്താനും ഇതിലൂടെ കഴിയും. പക്ഷേ ആശങ്ക സുരക്ഷയിലാണ്. അതുകൊണ്ടാണ് താൽക്കാലിക വിലക്കും. വാട്സപ്പിലെ പുതിയ യൂസർ നെയിം ഫീച്ചർ വിലക്കിക്കൊണ്ട് കേന്ദ്രം പറയുന്നത് സുരക്ഷയിലുള്ള ആശങ്കയാണ്. വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ പുറത്തിറക്കരുതെന്ന് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നു. നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ വിശദമായ വിശദീകരണം നൽകണമെന്നതായിരുന്നു സർക്കാർ നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് മെറ്റ ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. ഫോൺ നമ്പറുകൾ പങ്കിടാതെ തന്നെ ആശയവിനിമയം നടത്താൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നത് കൂടുതൽ സൈബർ തട്ടിപ്പുകളിലേക്ക് നയിക്കുമെന്നതാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. പുതിയ ഫീച്ചർ ഉപയോഗിച്ചാൽ ടെലഗ്രാമിന് സമാനമായി വാട്സാപ്പും മാറുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഫീച്ചർ സൈബർ കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഐഡന്റിറ്റികൾ മറയ്ക്കുന്നത് എളുപ്പമാക്കും എന്നതുമാണ് സംശയമുണരാൻ കാരണം. ആർക്കും എന്ത് തരത്തിലുമുള്ള സന്ദേശം പ്രചരിപ്പിക്കാൻ ഇത് സൗകര്യപ്പെടും. ഫീച്ചറിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്നും വ്യാജ അക്കൗണ്ടുകൾ തിരിച്ചറിയുന്നത് വെല്ലുവിളി ഉയർത്തുമോ എന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് എന്നും കേന്ദ്രം അറിയിക്കുന്നു. ഇതിൽ മെറ്റയുടെ മറുപടി
പുതിയ ഫീച്ചർ നടപ്പിലാക്കുമ്പോൾ ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആൾമാറാട്ടം തടയാനും ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് മെറ്റ ഇക്കാര്യം അറിയിക്കുന്നത്. കേന്ദ്രം ഉന്നയിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് വാട്സ്ആപ്പ് അവകാശപ്പെടുന്നു. സെലിബ്രിറ്റികളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും പേരുകൾ മറ്റാരും എടുക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കമ്പനി അറിയിക്കുന്നു. യൂസർ നെയിം ഫീച്ചർ നിലവിൽ വരുമ്പോഴും വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നതിന് ഫോൺ നമ്പർ നിർബന്ധമാണ്. കൂടാതെ ഒരു അക്കൗണ്ടിൽ നിന്ന് എത്ര പേർക്ക് സന്ദേശം അയക്കാം എന്നതിനും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. സംശയാസ്പദമായ അക്കൗണ്ടുകളെ കണ്ടെത്താനും തടയാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായി സന്ദേശം അയക്കുന്ന യൂസർ നെയിം അക്കൗണ്ടുകളെക്കുറിച്ച് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകും. അക്കൗണ്ട് പുതിയതാണോ, കോൺടാക്ട് ലിസ്റ്റിലുണ്ടോ, പൊതുവായ ഗ്രൂപ്പുകളിൽ അംഗമാണോ എന്നീ വിവരങ്ങൾ പരിശോധിച്ച് സന്ദേശം സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ഉപയോക്താവിന് തീരുമാനിക്കാം. ആൾമാറാട്ടത്തെയും തട്ടിപ്പുകളെയും വളരെ ഗൗരവമായി കാണുന്നതെന്ന് മെറ്റ ഉറപ്പു നൽകുന്നുണ്ട്. ആരെങ്കിലും തെറ്റായ രീതിയിൽ യൂസർ നെയിം ഉപയോഗിക്കുകയോ മറ്റൊരാളായി ആൾമാറാട്ടം നടത്തുകയോ ചെയ്താൽ അത്തരം അക്കൗണ്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉപയോക്താക്കൾക്ക് അത്തരം അക്കൗണ്ടുകളെ റിപ്പോർട്ട് ചെയ്യാൻ അവസരമുണ്ട് എന്നും കമ്പനി അറിയിക്കുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം അടിയന്തര നടപടികൾ സ്വീകരിക്കും എന്നുമാണ് മെറ്റ നൽകുന്ന ഉറപ്പ്. എന്നാൽ സർക്കാർ തലത്തിൽ വിശദമായ ചർച്ചകൾ പൂർത്തിയാകും വരെ ഈ ഫീച്ചർ പുറത്തിറക്കരുതെന്ന് വാട്സ്ആപ്പിന് കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പേടിഎം, മൊബിക്വിക് തുടങ്ങിയ കമ്പനികളുടെ സിഇഒമാരും പുതിയ ഫീച്ചറിനെതിരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമാനമായ പേരുകളിൽ വ്യാജ അക്കൗണ്ടുകൾ വരുന്നത് വലിയ തോതിൽ ആൾമാറാട്ട തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കുമെന്നാണ് ഈ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം സംവിധാനങ്ങളുണ്ടെങ്കിലും വാട്സാപ്പിന്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. നമ്മുടെ രാജ്യത്ത് ഫോൺ നമ്പർ എന്നത് കേവലം വിളിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, അത് ഒരാളുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ വ്യക്തിത്വത്തിന്റെ അടയാളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഫോൺ നമ്പർ എന്നത് വാട്സാപ്പിന്റെ ഐഡന്റിറ്റി മാത്രമല്ല, അത് ബാങ്ക് അക്കൗണ്ട്, UPI, മറ്റ് ഔദ്യോഗിക സർക്കാർ രേഖകൾ എന്നിവയുമായി വരെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഒരു നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിനോ ഓൺലൈൻ ഗ്രൂപ്പിനോ ഫോൺ നമ്പർ കൈമാറുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ മടങ്ങ് സെൻസിറ്റീവായ വിവരങ്ങളാണ് മറ്റുള്ളവരുടെ കൈകളിൽ എത്തപ്പെടുന്നത് എന്ന ഒരു കാര്യമാണ് ഇവിടെ ഓർക്കേണ്ടത്. ഇതുവരെ ഒരു സെക്യൂരിറ്റി ഗാർഡിനോ അപരിചിതനായ ഒരാൾക്കോ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ ഫോൺ നമ്പർ നൽകേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇനി മുതൽ വെറും ഒരു യൂസർ നെയിം മാത്രം നൽകിയാൽ മതിയാകും എന്നത് പുതിയ ഫീച്ചറിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾക്ക് വലിയൊരു സുരക്ഷാ കവചം തന്നെയാണ് ഒരുക്കുന്നത് എന്നതാണ് ഇതിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്നത്. യൂസർ നെയിം എവിടെയൊക്കെ ഉപകാരപ്പെടും എന്നത് സ്കൂൾ, രക്ഷിതാക്കളുടെ ഗ്രൂപ്പുകൾ, ഫ്ളാറ്റ് അല്ലെങ്കിൽ റെസിഡന്റ് അസോസിയേഷൻ ഗ്രൂപ്പുകൾ എന്നിവയിൽ ഫോൺ നമ്പർ പരസ്യമാക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് യൂസർ നെയിം ഉപയോഗിച്ച് ഗ്രൂപ്പുകളിൽ സജീവമാകാൻ കഴിയും. നമുക്ക് നമ്പർ കൊടുക്കാൻ ഇഷ്ടമില്ലാതെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കും. ആ ഇടങ്ങളിലൊക്കെ ഉപയോഗിക്കാം എന്നതാണ്. അത് ഇങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്ന ഇടങ്ങൾ ഉണ്ടാകാം. യൂസർ നെയിം ഫീച്ചർ സ്വകാര്യത വർദ്ധിപ്പിക്കുമെങ്കിലും ഇത് സൈബർ തട്ടിപ്പുകാർക്ക് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കാനും ആളുകളെ എളുപ്പത്തിൽ പറ്റിക്കാനും വഴി തുറക്കുമെന്ന ആശങ്കയാണ് ശക്തം. ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ IT മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വാട്സ്ആപ്പ് യൂസർ നെയിം ഫീച്ചർ ഡിജിറ്റൽ സ്വകാര്യതയുടെ കാര്യത്തിൽ ഒരു വലിയ ചുവടുവയ്പ് തന്നെയാണ്. ഇത് ഫോൺ നമ്പറുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഒരു പരിധിവരെ തടയുമെങ്കിലും സൈബർ സുരക്ഷാ രംഗത്ത് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങളും സർക്കാർ നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് വാട്സ്ആപ്പ് ഈ ഫീച്ചർ നടപ്പിലാക്കിയാൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു ചാറ്റിംഗ് അനുഭവം സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഇത് നടക്കട്ടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സമയമായിരിക്കും എടുക്കുക എന്നും പറഞ്ഞ് ഇപ്പോൾ യൂസർ നെയിം സ്വന്തമാക്കിയവർ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യവും ഇല്ല. എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നമുക്കിനി മറ്റു ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ FIR വിവരങ്ങൾ പുറത്ത്. ടിനി ടോമിനെതിരെ ചുമത്തിയത് 6 വകുപ്പുകൾ. മതം പറഞ്ഞ് അധിക്ഷേപിക്കുക, സ്ത്രീകൾക്ക് നേരെ വാക്കാലുള്ള അധിക്ഷേപം, ലൈംഗിക പരാമർശങ്ങൾ എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് ചുമത്തിയത്. അൻസിബയെ ജിഹാദി എന്നും മതതീവ്രവാദി എന്നും വിളിച്ച് ആക്ഷേപിച്ചെന്ന് FIRൽ പറയുന്നു.
മാസപ്പടി കേസിൽ നിർണായക നീക്കങ്ങൾക്കൊരുങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL അധികൃതരുടെ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് സമൻസ് നൽകാൻ നീക്കം. അടുത്തയാഴ്ച വീണയ്ക്ക് സമൻസ് നൽകിയേക്കും. CMRL MD ശശിധരൻ കർത്തയുടെ മകളും ഭർത്താവും നിപുണ കമ്പനി ഡയറക്ടറുമായ അനിൽ ആനന്ദ് പണിക്കരെ രണ്ടാം തവണയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ദുൽഖർ സൽമാന്റെ പക്കൽ കൂടുതൽ ഭൂട്ടാൻ വാഹനങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ദുൽഖറെ ചോദ്യം ചെയ്തത്. താൻ നിയമവിധേയമായാണ് വാഹനങ്ങൾ വാങ്ങിയതെന്നും കള്ളക്കടത്തായി എത്തിച്ചതാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നുമാണ് ദുൽഖറിന്റെ മൊഴി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി വീണ്ടും കോൺഗ്രസ് നേതാവ് MP-യുമായ ശശി തരൂർ. സാമ്പത്തിക നവീകരണത്തിലും വികസനത്തിലും അമ്പരപ്പിക്കുന്ന പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. 140 കോടി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അത്യാധുനിക സാങ്കേതിക അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കിയെന്നും തരൂർ പറയുന്നു. അതേസമയം ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ ചില വിമർശനങ്ങളും തരൂർ ഉന്നയിക്കുന്നുണ്ട്. മദ്യനികുതി ഇളവിൽ സർക്കാർ അനാവശ്യ ധൃതിയും വാശിയും കാട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എടുക്കപ്പെട്ട ധനബിൽ അജണ്ടയിൽ തിരികെ കയറ്റി. നിക്ഷിപ്ത താൽപര്യത്തിന്റെ പേരിൽ സഭാ നടപടികളിൽ മാറ്റം വരുത്തിയെന്നും ആരോപണം. KC വേണുഗോപാലും എക്സൈസ് മന്ത്രിയും തങ്ങളുടേതായ രീതിയിൽ പ്രതികരിച്ചുവെന്നും പിണറായി. കരിമണൽ വിഷയത്തിലും മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരിമണൽ കുത്തകകൾക്ക് തീരെഴുതാൻ ശ്രമിക്കുന്നു. അതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട്. കോൺഗ്രസിനുള്ളിലും പ്രതിഷേധമുയരുന്നു. അത് മറച്ചുവെക്കാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുവെന്ന് പിണറായി. ബോർഡ്, കോർപ്പറേഷൻ തുടങ്ങിയ രാഷ്ട്രീയ നിയമനങ്ങളിൽ മുൻ MP-മാരെയും MLA-മാരെയും പരിഗണിക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ്. പെൻഷൻ, ഇന്ധന ചെലവ് ഉൾപ്പെടെ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്കുണ്ട്. പാർട്ടിയിൽ ഇക്കാലം അത്രയും ഒന്നുമാകാൻ കഴിയാത്ത സംസ്ഥാന നേതാക്കളെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.